പല ആളുകൾ നമ്മളോട് ചോദിക്കലുണ്ട്, നമ്മളെ വലിയ കോഴികളെ വീഡിയോ ഒക്കെ ഇവിടെ, പൂവന്മാരെത്ര ഉണ്ട്, പൂവന്മാരെ കാണുന്നില്ലല്ലോ എന്ന്. നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സമയം കിട്ടാത്തൊരു പ്രശ്നമാണ്. എന്തില്ല, അതൊക്കെ നമ്മളെ കോഴികളാണ്. രാവിലെ അയച്ചു വിടുന്നൊരു രംഗമാണ് ഈ കാണുന്നത്. വീഡിയോ എടുക്കാനുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇത് ഡോറ് തുറന്നപ്പോൾ എല്ലാവരും പാറി പുറത്തിറങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കുറേ ആൾക്കാരൊക്കെ ഇതിൽ പെട്ടുന്നേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ അയച്ചു വിടുന്നതാണ്. ഇതിൻ്റെ ഓടിയും ബൗണ്ടറി ആയിട്ട് അതിൽ കെട്ടിയിട്ടോ ഒന്നുമില്ല, മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നവർക്കൊക്കെ കണ്ട് അറിവുള്ളതാണ്. ഇതിലൊക്കെ ഫുള്ള് അയച്ചു വിടുന്നതാണ് മൊത്തത്തിൽ. അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈനേജ്, പുള്ളി, അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് വിടാത്തത്. അതല്ലാത്തത് അതങ്ങനെ കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേ ലെവലിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ള മൊത്തത്തിൽ അയച്ചു വിടുക, ഓപ്പണായിട്ട് ചെയ്യുന്നത്. ഇവരെ കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ സാധാ ലെവലിൽ കൊടുക്കണത് കേട്ടോ. 100-110 ലെവലിലൊക്കെ കൊടുക്കണേ. ഈ കാണുന്ന കോഴികളെ കുഞ്ഞുങ്ങളാണ്. ഇതൊന്നും ശരിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ കിട്ടിയ ലെവലിൽ ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോഴികൾ. ഇത് തന്നെ ഫുള്ളായിട്ട് ഇതിൽ പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഡോറ് തുറക്കുമ്പോഴത്തേനും ഇറങ്ങി പല ഭാഗത്തൊക്കെ ആയിട്ട് പാറി പോവുക ചെയ്യുക. അല്ലെങ്കിൽ ചിലവർ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഓരോ ഏരിയകളുണ്ടാവും അവർക്ക് ഫുഡ് കിട്ടണ, സ്ഥിരം ഓരോരുത്തർ വേസ്റ്റ് തട്ടുന്ന ഏരിയകളൊക്കെ ഉണ്ടാവും. ഫുഡ് വേസ്റ്റൊക്കെ ബാക്കിയുള്ളത് തട്ടിരുന്ന അത് കഴിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു പോകും. ഇത് നമ്മളെ ആൾക്കാരാണ് കേട്ടോ, 2 ആൾക്കാർ നമ്മളെ സ്വന്തം ആൾക്കാരാണ്. ഇവരുണ്ടാവും ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ കൊടുത്തില്ല. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പൂങ്കോഴി ആയാലും റെഡ് കോഴി ആയാലും നമ്മൾ എന്താ പാത്രത്തിലായാലും കയ്യിൽ നിന്നായാലും ഫുഡ് കഴിക്കാൻ അത്രയും കമ്പനിയാണ്. അയച്ചു വിടണ വിചാരിച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, അയച്ചു വിട്ടാൽ നമുക്കൊന്ന് പിടിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ കിട്ടില്ല. അതേമാതിരില്ല നമ്മളിവിടെ ഉണ്ടാകുക. ഇവിടെ നമ്മളെപ്പോഴും എങ്ങനെയാണെങ്കിലും നമുക്ക് പിടിക്കാനും കഴിയും, നമ്മളടുത്തേക്ക് വരും ചെയ്യും. അത്രയും കമ്പനിയായിട്ടാണ് വളർത്തുന്നത്. കോഴികൾ തന്നെ ഉണ്ടല്ലോ ഒക്കെ കറക്റ്റ് അടയിരിക്കുന്ന നാടൻ കോഴികൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നിലവിൽ ഇന്നുള്ളതാണ്, ഇന്നെടുത്ത വീഡിയോ ആണ്. ഇന്നെടുത്ത് വെച്ചതൊന്നുമല്ല, ഇന്നത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു, എല്ലാവരും അല്ല ഏകദേശമൊക്കെ. കാരണം കുറേ ആളുകൾ പെട്ടെന്ന് തന്നെ അയച്ചു വിട്ടാൽ നേരെ പോകും പുല്ല് തിന്നാൻ. അപ്പുറത്തെ തൊടിയിലേക്ക് പോയിട്ട് പുല്ല് തിന്നുന്ന പരിപാടിയിലാണ് ഉണ്ടാവുക. ഇതിലെ ചാര, വൈറ്റ്, ലൈനേജുകൾ എല്ലാ ഐറ്റംസും ഇതിൽ ഉണ്ട്. ഓപ്പണായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പല ആൾക്കാർക്കും എല്ലാ കളറിലും കിട്ടണമെന്ന് പറയുന്നുണ്ട്. എല്ലാ ഐറ്റംസിനും നമ്മൾ ഓപ്പണായിട്ടും ചെയ്യുന്നുണ്ട്. എല്ലാ തരം ലൈനേജിലും, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയായാലും 7 കളറ് എല്ലാ ഐറ്റംസിലും നമ്മൾ പൂവനെ പുറത്ത് ഓപ്പണാക്കി വിടുന്നുണ്ട്. എന്നാലും നമുക്ക് എല്ലാ ഐറ്റംസിലും കുഞ്ഞുങ്ങളെയും കിട്ടും. പിന്നെ നമ്മൾ വലട്ട് അതിർത്തി കെട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്ര കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതൊക്കെ കണ്ടില്ലേ, എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴികളാണ്. ഇതൊക്കെ നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ മുട്ടയിടാനുള്ള സമയമാകുമ്പോൾ നേരെ ഉള്ളിൽ കയറും, ഓരോ ഭാഗത്ത് പോയിട്ട് മുട്ടയിടും, പുറത്ത് പോകും. അടായി കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മളതനുസരിച്ച് ഓരോ തട്ടുകളുണ്ട്. 48 കോഴിന് ഒരേ സമയം നമുക്ക് അട വെക്കാനുള്ള സൗകര്യമുണ്ട് ഷെഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് അട വെച്ച് വിരിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. മൊത്തത്തിൽ അട വെച്ച് വിരിച്ച് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവരും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പൂങ്കോഴികൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കളർ എല്ലാ ഐറ്റംസിലും ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്താ വെച്ചാൽ കുറച്ച് എന്തായാലും താമസം ഉണ്ടാവും, കാരണം അത്രയും ഓർഡർ ഇപ്പം തന്നെ വരുന്നുണ്ട് നിലവിൽ. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു പൂവാനാണ്, കുറുങ്കാലിയിൽ പെട്ടൊരു പൂവാനാണ്. ഫുൾ ഓപ്പണാണ്. അപ്പോൾ ഇതുപോലുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. ഹൈവേ ഡെലിവറി ഉണ്ട്, 300 രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ. പിന്നെ പൂവന്മാർ അധികം നമ്മൾ ഇങ്ങനെ മൊത്തമായിട്ട് ഓപ്പണാക്കി ചെയ്യുന്നതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിന് നമ്മളടുത്ത് ഓരോരുത്തർ പരാതിയും പറയുന്നുണ്ട്, അതിനെന്താ ചെയ്യാന്ന് വെച്ചാണ്ട്. ഇവിടെ നമ്മളടുത്ത് നിലവിൽ ഇപ്പോൾ 10-15 പൂവനെങ്കിലും ഉണ്ട്, 15-ലേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, വലിയ ബ്രീഡിങ്ങിന് പറ്റിയത്. അതൊക്കെ മൊത്തത്തിൽ അയച്ചു വിടുക ചെയ്യുന്നത്. അതായത് കൊത്തുവിടനെ മാറ്റി നിർത്തുക അങ്ങനെയൊന്നുമില്ല, ഫുൾ ഓപ്പണാണ്. ഈ കാണുന്ന തൊടികളിൽ ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ കോഴി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ അവസ്ഥ. കുറേ ആൾക്കാർ ചോദിച്ചിനി
പിന്നെ വലിയ പൂവൻ കോയിനെ കാണില്ല, നിങ്ങളെ പാരൻറ്റ് സ്റ്റോക്കിനെ കാണില്ല, തട്ടിപ്പാണ് ഉടായിപ്പാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതെല്ലാം എടുത്ത് വീഡിയോ ഇടാനും എല്ലാത്തിനുള്ള സമയം കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഐറ്റംസ് വീഡിയോ ഒന്നും വരാത്തത്. ഇനി വരും, കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് എല്ലാ ഐറ്റംസും ഷെഡിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കണം എന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഒന്ന് എപ്പോഴും ഉള്ളിൽ വെളിച്ചം കിട്ടില്ല, കാരണം ബൾബും സെറ്റപ്പൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വെളിച്ചമുള്ള സമയം തന്നെ വന്നെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു സൗകര്യമൊക്കെ കിട്ടുമ്പോൾ നമ്മളനുസരിച്ച് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യും. എല്ലാ ഐറ്റംസ് പാരൻറ്റ് സ്റ്റോക്കിനും കാണിച്ചിട്ടുണ്ട്. കാപ്പിരി ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാപ്പിരി മാത്രമായിട്ടുണ്ട്, അതേമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോർമലായിട്ടുള്ളതുണ്ട്, നേക്കഡും സാധായിട്ട് വരുന്നുണ്ട്, ലൈനേജ് പുള്ളി ഉണ്ട്. എല്ലാ ഐറ്റംസിലും പാരൻറ്റ് സ്റ്റോക്ക് ഓരോ ടീമായിട്ട് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ കുഞ്ഞുങ്ങളങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആവശ്യക്കാർ വാട്സാപ്പിൽ അങ്ങനത്തെ ചോദിച്ചാൽ അതന്നെ കൊടുക്കുന്നുണ്ട്. അതിന് റേറ്റ് കൂടുതലാണ് ഞാൻ പറയലുണ്ട്, ഓരോ വീഡിയോ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും. ഇതൊക്കെ കണ്ടില്ല, ഒക്കെ ഫുള്ള് തൊടിയിൽ ഇങ്ങനെ നടന്നിട്ടുള്ള പരിപാടിയാണ്. ഫുൾ കറക്റ്റായിട്ടുള്ള നാടൻ രീതി തന്നെയാണ്. അതേമാതിരി വൈറ്റ് ലൈനേജ്, സിൽവർ വരുന്നൊക്കെ ലൈനേജുകളുടെ എല്ലാ ഐറ്റംസും അതൊക്കെ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിലും ഉണ്ട്, ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ലൈനേജ് പെട്ട തന്നെ ഇതിലുണ്ട്, പുള്ളിയോ എല്ലാം ഇതിലും വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സാധാ ലെവലിൽ എടുക്കണവർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയും ചെയ്യുന്നുണ്ട്. ചിലരെ മാത്രം ചോദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസും അങ്ങനെയാണ്. പിന്നെ ആരും ഇതിൽ 1 തരി 2 തരി എന്ന് പറഞ്ഞ് പെടനെ മാത്രം ചോദിച്ചാലും വിളിക്കില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് മാത്രമേ കൊടുക്കണുള്ളൂ. അവിടെ ഇരിക്കുക, വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ അടക്കേ കൊടുക്കണുള്ളൂ. അപ്പോൾ പിന്നെ ആർക്കും പരാതിയൊന്നും പറയാനുണ്ടാവില്ല. അസുഖം ഉണ്ടേനി, അത് ചത്തുപോയി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടേനി, നമ്മൾ കൊടുത്തോടത്തല്ല. പക്ഷെ ഓരോരുത്തർ അവിടെ എത്തിയാൽ ഒരാഴ്ച കഴിഞ്ഞ് അസുഖം എന്താണെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കും കുഞ്ഞുങ്ങളായിട്ട് കൊണ്ടുപോയി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.